ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഷോർട്ട് സ്റ്റോറി എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ജെഫ്രി എപ്സ്റ്റീൻ. നിങ്ങൾ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ജെഫ്രി എപ്സ്റ്റീൻ എന്ന വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായ ഒരുപാട് വിവാദങ്ങളും ഒരുപാട് സെലിബ്രിറ്റീസ്, പൊളിറ്റീഷ്യൻസ്, അങ്ങനെ പൊതുരംഗത്തുള്ള ഒരുപാട് ആൾക്കാർ, ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ചുരുക്കിയിട്ട് എന്താണിത്, ആരാണ് ഇദ്ദേഹം, ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്താണ്, ബാക്കിയുള്ളവരുടെ കണക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. ജെഫ്രി എപ്സ്റ്റീൻ എന്ന പേര് ഇന്ന് ലോകത്ത് ഉച്ചരിക്കുമ്പോൾ അതൊരു വ്യക്തി മാത്രമല്ല സൂചിപ്പിക്കുന്നത്. അധികാരത്തിൻ്റെ, പണത്തിൻ്റെ, രാഷ്ട്രീയ സംരക്ഷണത്തിൻ്റെ, ലൈംഗിക ചൂഷണത്തിൻ്റെ ഒരു മുഴുവൻ സംവിധാനത്തെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അമേരിക്കൻ ഫിനാൻസിയർ എന്ന നിലയിൽ ഉയർന്നു വന്ന എപ്സ്റ്റീൻ പിന്നീട് കുട്ടികളെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും ചൂഷണം ചെയ്ത കുറ്റങ്ങൾ കോടതി രേഖകളിൽ തെളിഞ്ഞ ഒരാളായി മാറി. ഫ്ലോറിഡ, ന്യൂയോർക്ക്, ന്യൂ മെക്സിക്കോ, പിന്നെ സ്വന്തമായ സ്വകാര്യ ദ്വീപായ ലിറ്റിൽ സെയിൻറ്റ് ജെയിംസ് എന്നിവിടങ്ങളിലായി നടന്ന കുറ്റകൃത്യങ്ങൾ വെറും സ്വകാര്യ ലൈംഗിക താൽപ്പര്യങ്ങളല്ലെന്ന് പിന്നീട് അന്വേഷണങ്ങൾ തെളിയിച്ചു. ശക്തരായ ആളുകളെ ഇവിടെ എത്തിക്കുകയും അവരെ കോംപ്രമൈസ് ചെയ്യുകയും പിന്നീട് അവരെ നിയന്ത്രിക്കാൻ ഈ വിവരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തുവോ എന്ന ചോദ്യം ഇന്നും നിലനിൽക്കുന്നു. എപ്സ്റ്റീൻ്റെ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ഗിസ്ലൈൻ മാക്സ്വെൽ. സമ്പന്ന കുടുംബ പശ്ചാത്തലത്തിലുള്ള മാക്സ്വെൽ ചെറുപ്പക്കാരായ പെൺകുട്ടികളെ കണ്ടെത്തുകയും എപ്സ്റ്റീനിലേക്കും അദ്ദേഹത്തിൻ്റെ ശക്തരായ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് കോടതികൾ കണ്ടെത്തിയത്. ഈ കേസിൽ അവർ കുറ്റക്കാരി എന്ന് വിധിക്കപ്പെടുകയും ദീർഘകാല തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. ഇതോടെ എപ്സ്റ്റീൻ ഒറ്റയ്ക്കല്ല പ്രവർത്തിച്ചതെന്ന് നിയമപരമായി സ്ഥിരീകരിക്കപ്പെട്ടു. എപ്സ്റ്റീൻ ഫയൽസ് ഒരുപാട് തവണ നമ്മൾ കേട്ട പേരാണ്. ന്യൂസിലായാലും മീംസിലായാലും ബാക്കിയുള്ള സാമൂഹിക മാധ്യമങ്ങളിലായാലും ഈ ഒരു പദപ്രയോഗം കേട്ട് കാണും, എപ്സ്റ്റീൻ ഫയൽസ്. എപ്സ്റ്റീൻ ഫയൽസ് എന്ന് മാധ്യമങ്ങൾ വിളിക്കുന്നത് ഒരൊറ്റ ഔദ്യോഗിക ഡോക്യുമെൻ്റ് അല്ല. വിവിധ കോടതി രേഖകൾ, സാക്ഷിമൊഴികൾ, സിവിൽ കേസുകളെ ഡിപ്പോസിഷനുകൾ, വിമാനയാത്രാ രേഖകൾ, ഇമെയിലുകൾ, കോൺടാക്റ്റ് ലിസ്റ്റുകൾ എന്നിവ ചേർന്നതാണ് ഈ ഫയലുകൾ. 2023-24 കാലഘട്ടത്തിൽ അമേരിക്കൻ കോടതികളുടെ ഉത്തരവിനെ തുടർന്ന് ചില രേഖകൾ പൊതുജനങ്ങളിലേക്ക് ലഭ്യമായിരിക്കുകയാണ്. ഇവയിൽ പേരുകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നത് കുറ്റം തെളിയിച്ചു എന്നതല്ല. പല പേരുകളും സാക്ഷിമൊഴികളിൽ ഞാൻ അവരെ കണ്ടിട്ടുണ്ട് എന്ന രീതിയിലാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. നിയമപരമായി കുറ്റം സ്ഥാപിക്കപ്പെടാൻ തെളിവുകളും വിധികളും ആവശ്യമാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കാതെ ഫയലുകൾ വായിക്കുന്നത് വലിയ തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കും. അമേരിക്കൻ രാഷ്ട്രീയവും അധികാര കേന്ദ്രങ്ങളും. എപ്സ്റ്റീൻ ഫയൽസിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിൽ ഒന്നാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ. എപ്സ്റ്റീൻ്റെ വിമാനത്തിൽ ക്ലിൻ്റൺ യാത്ര ചെയ്തതായി ഫ്ലൈറ്റ് ലോഗ്സിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ക്ലിൻ്റനെതിരെ ലൈംഗിക കുറ്റമോ മനുഷ്യക്കടത്തോ സംബന്ധിച്ച കുറ്റം ഇതുവരെ കോടതിയിൽ തെളിയിച്ചിട്ടില്ല. അതുപോലെ ഡൊണാൾഡ് ട്രംപ് എപ്സ്റ്റീനുമായി 1990കളിൽ സാമൂഹിക ബന്ധം ഉണ്ടായിരുന്നുവെന്ന് ഫോട്ടോകളും അഭിമുഖങ്ങളും സൂചിപ്പിക്കുന്നു. പിന്നീട് ട്രംപ് തന്നെ എപ്സ്റ്റീനുമായുള്ള ബന്ധം വിച്ഛേദിച്ചതായി പറഞ്ഞു. ഇതെവിടെയും നിയമപരമായി കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല. ഹിലരി ക്ലിൻ്റൺ എന്ന പേര് ചില കോൺസ്പിറസി സർക്കിൾസിൽ ഉയർന്നു വന്നെങ്കിലും എപ്സ്റ്റീൻ കേസുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഔദ്യോഗിക തെളിവുകളൊന്നും നിലവിലില്ല. ബ്രിട്ടീഷ് രാജകുടുംബം. എപ്സ്റ്റീൻ ഫയൽസിൽ നിയമപരമായി ഏറ്റവും വലിയ പ്രത്യാഘാതം ഉണ്ടായത് പ്രിൻസ് ആൻഡ്രൂ എന്ന പേരിനാണ്. വെർജീനിയ ഗിഫ്രെ എന്ന ഇര പ്രിൻസ് ആൻഡ്രൂവിനെതിരെ നേരിട്ട് ലൈംഗിക ചൂഷണ ആരോപണം ഉന്നയിച്ചു. ബ്രിട്ടീഷ് രാജകുടുംബം ഇത് നിഷേധിച്ചെങ്കിലും പിന്നീട് പ്രിൻസ് ആൻഡ്രൂ കോടതിക്ക് പുറത്തുള്ള സെറ്റിൽമെൻറ്റിലെത്തി. ഈ കുറ്റം സമ്മതിച്ചെങ്കിലും ആരോപണങ്ങളുടെ ഗൗരവം ലോകം തിരിച്ചറിയാൻ കാരണമായി. ഹോളിവുഡും ബിസിനസ് ലോകവും. എപ്സ്റ്റീൻ ഫയൽസിൽ പരാമർശിക്കപ്പെടുന്ന മറ്റ് പ്രധാന പേരുകളിൽ ബിൽ ഗേറ്റ്സ് ഉണ്ട്. ഗേറ്റ്സ് എപ്സ്റ്റീനുമായി പലതവണ കൂടിക്കാഴ്ച നടത്തിയതായി പിന്നീട് സമ്മതിച്ചു. എന്നാൽ ഗേറ്റ്സിനെതിരെ ലൈംഗിക കുറ്റമോ മനുഷ്യക്കടത്തോ സംബന്ധിച്ച് ഔദ്യോഗിക കുറ്റം നിലവിലില്ല. ലിയോണാർഡോ ഡികാപ്രിയോ, നവോമി കാംപെൽ, കെവിൻ സ്പേസി തുടങ്ങിയ പേരുകളും ചില ഡെപ്പോസിഷനുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയും പേരുണ്ടായത് സാമൂഹിക സാന്നിധ്യത്തിൻ്റെ ഭാഗമായാണ്. നിയമപരമായി കുറ്റം തെളിഞ്ഞിട്ടില്ല. മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഇസ്രായേൽ ബന്ധങ്ങൾ. എപ്സ്റ്റീൻ്റെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് പിന്നിൽ ഇസ്രായേൽ ബന്ധങ്ങൾ ഉണ്ടെന്ന സംശയങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുന്നു. യഹൂദ് ബറാക്ക് എപ്സ്റ്റീൻ്റെ വീടുകളിൽ സന്ദർശനം നടത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്
ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ്. ബറാക്ക് ഇത് ബിസിനസ് ബന്ധമായി മാത്രമാണ് വിശദീകരിച്ചത്. ഇവിടെയും കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടെന്ന് നിയമപരമായി കണ്ടെത്തലില്ല. ഇന്ത്യയും നരേന്ദ്രമോദിയും. നരേന്ദ്രമോദി എന്ന പേര് എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. ഇവിടെ കാര്യങ്ങൾ തീർച്ചയായും വ്യക്തമാക്കണം. നരേന്ദ്രമോദിക്കെതിരെ എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക കോടതിയുടെയും അന്വേഷണ ഏജൻസിയുടെയും രേഖയും നിലവിലില്ല. ഫ്ലൈറ്റ് ലോഗ്സിൽ പേരില്ല, വിക്ടിം ടെസ്റ്റിമോണിയിൽ പേരില്ല, സിവിൽ ലോസൂട്ടുകളിൽ പേരില്ല. ഇന്ത്യയിൽ പ്രചരിച്ച പല പോസ്റ്റുകളും വ്യാജ ഡോക്യുമെൻ്ററികളും തെറ്റായ വിവർത്തനങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനാൽ ഈ വിഷയത്തിൽ മോദിയുടെ പേര് ഉൾപ്പെടുത്തുന്നത് അന്വേഷണാത്മകമല്ല, മറിച്ച് മിസ്ഇൻഫർമേഷൻ ആണെന്ന് പറയേണ്ടി വരും. എപ്സ്റ്റീൻ്റെ മരണം. 1919 ജയിലിൽ മരിച്ച എപ്സ്റ്റീൻ്റെ മരണം ഔദ്യോഗികമായ ആത്മഹത്യയായി രേഖപ്പെടുത്തിയെങ്കിലും ക്യാമറ തകരാറുകൾ, കാവൽ പിഴവുകൾ, മെഡിക്കൽ വൈരുദ്ധ്യങ്ങൾ എന്നിവ കാരണം സംശയങ്ങൾ ശക്തമായി തുടരുന്നു. എപ്സ്റ്റീൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും കൂടുതൽ പേരുകൾ പുറത്തു വരുമായിരുന്നെന്ന വിശ്വാസത്തിലാണ് ലോകമാകെ. എപ്സ്റ്റീൻ ഫയൽസ് നമ്മോട് പറയുന്നത് ഇതാണ്: ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തികൾ പലപ്പോഴും നിയമത്തിന് മുകളിൽ നിൽക്കുന്നു. പേരുകൾ പുറത്തു വരും, പക്ഷേ സത്യം മുഴുവനായി പുറത്തു വരണമെന്നില്ല. എപ്സ്റ്റീൻ ഒരു വ്യക്തിയല്ല, എപ്സ്റ്റീൻ ഒരു സംവിധാനം തന്നെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻസിൽ രേഖപ്പെടുത്തൂ. അടുത്തത് എന്ത് ടോപ്പിക്കിനെ കുറിച്ച് വേണമെന്ന് സംസാരിക്കാം. അതുവരെ ബൈ.